വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. വീണ്ടും വചനവുമായി വരുവാൻ സാധിപ്പിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് കാലത്ത് നടക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്തെന്ന് പറയാം. കാരണം ഇയാളായിട്ടുള്ള ഒരു പരിചയം ഇപ്പോൾ വർഷങ്ങളായിരിക്കുന്നു. ഇടയ്ക്ക് ഞങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. ഇന്ന് ഈ മനുഷ്യൻ എന്നോട് മനസ്സ് തുറക്കുകയാണ്. അപ്പോൾ ഇയാൾ ഒരു നല്ല കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പന് നല്ല ജോലി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബഭാരം മുഴുവൻ യുവാവായിരുന്ന ഇയാളുടെ തലയിൽ വരികയും കുടുംബത്തിനെ പോറ്റാനായിട്ട് ഇയാൾ കഠിനാധ്വാനം തുടങ്ങി. അങ്ങനെ കുടുംബത്തിനെയൊക്കെ പോറ്റി ഇപ്പം മകൻ കോളേജിൽ പഠിക്കുന്നു. അവനെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് ഒന്ന് വിശ്രമിക്കാൻ എന്നുള്ള ചിന്തയിലൊക്കെ ഇയാളിങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പം ഇന്ന് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഒന്നും രക്ഷപ്പെടുന്നില്ല. ആ വാക്കാണ് എനിക്ക് സ്ട്രൈക്കായത്. ആകാശത്തിന് കീഴിൽ ഒന്നിലും നിനക്ക് രക്ഷയില്ല. അത് ഇയാളോട് ഞാൻ എങ്ങനെ പറയും? കാരണം ഇയാൾ ക്രിസ്തു മത വിശ്വാസിയല്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നോടാണല്ലോ ചോദിച്ചത്, ഞാൻ ക്രിസ്തുവാനിയാണ്. അപ്പം എനിക്ക് ആ ഒരു ചിന്തയിൽ നിന്ന് അതിൽ നിന്നും എൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മാത്രമേ എനിക്കൊരു മറുപടി തരാൻ സാധിക്കുകയുള്ളൂ. ആകാശത്തിന് കീഴിൽ വേറെ ഒന്നിലും രക്ഷയില്ല. രക്ഷ അവനിൽ മാത്രം. നീ ആകാശത്തിലേക്ക് കണ്ണുകളുയർത്തി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുവൻ. കർത്താവിനോട് നിന്റെ പദ്ധതികൾ ആരായുവൻ. സ്വന്തം ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പദ്ധതികൾ മെനഞ്ഞെടുത്ത് അതിൻ്റെ പുറകെ പോകാതെ കർത്താവുമായി കൺസൾട്ട് ചെയ്യുവൻ. ആബാ പിതാവേ, ഇതാണ് ഇന്നത്തെ എൻ്റെ അവസ്ഥ. ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? അല്ലാതെ ഞാൻ ഈ വഴിക്ക് പോവുകയാണ്, കർത്താവ് എന്നെ വന്ന് രക്ഷിക്കണം, എന്നെ കാക്കണം, അതല്ല. വഴി തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ കർത്താവിങ്കിലേക്ക് തിരിയുക. നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയാലും നമ്മുടെ നന്മ കാക്ഷിക്കുന്നവനാണ് നമ്മുടെ ആബാ പിതാവ്. വചനത്തിൽ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 വാക്യം, 21:6. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലത്തുഭാഗത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവരൊക്കെ എക്സ്പേർട്ടായിട്ടുള്ള ഫിഷർമെനാണ്.
എക്സ്പെർട്ടായിട്ടുള്ള മീൻപിടുത്തക്കാരാണ്, ആ നാട്ടുകാരാണ്. അവർക്ക് അവിടുത്തെ കടലിൻ്റെ അവസ്ഥകളും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അവർ മണിക്കൂറുകളോളം വലയിട്ടിട്ടും ഒന്നും കിട്ടിയില്ല. അങ്ങനെ തളർന്നിരിക്കുന്ന സമയത്താണ് ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ക്രിസ്തു ചോദിക്കുകയാണ്, എനിക്കൊരു മീൻ തരാമോ? നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? അവർ പറഞ്ഞു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ ക്രിസ്തു പറയുന്നു, നീ വള്ളത്തിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കുവൻ. ഒരു ഈഗോയിസ്റ്റിക്കായിട്ടുള്ളൊരു മനുഷ്യനെ ഇത് പുച്ഛിച്ച് തള്ളാൻ ഭയങ്കര എളുപ്പമാണ്. എന്നോടാണ് പറയുന്നത്, എനിക്കെല്ലാം അറിയാം, എന്നെയാണോ പഠിപ്പിക്കുന്നത്? ഇത് ക്രിസ്തു ദൈവപുത്രനാണെന്നും അവർക്കറിയില്ല. ക്രിസ്തു ഒരു മനുഷ്യരൂപത്തിലല്ലേ വന്നിരിക്കുന്നത്. പക്ഷെ ഇവർ ക്രിസ്തു പറയുന്നത് കേട്ടു. ക്രിസ്തുവിൻ്റെ വചനം ഇവർ സ്വീകരിച്ചു. അതനുസരിച്ച് ഇവർ പ്രവർത്തിച്ചു. വള്ളത്തിൻ്റെ വലത്തുഭാഗത്ത് അവർ വലയിറക്കി. അവസാനം ആ വല നിറയെ മത്സ്യങ്ങളെ അവർക്ക് കിട്ടുകയും അത് വലിച്ചു കയറ്റാൻ ബുദ്ധിമുട്ടുകയും അവർ ചെയ്തു. അപ്പോൾ നമ്മൾ മാത്രം പദ്ധതിയിട്ട് ആ ഒരു വഴിയിലൂടെ പോയി എങ്ങും എത്താതെ വരുമ്പോൾ കർത്താവിലേക്ക് തിരിയാം. ദാറ്റ് ഈസ് ഓക്കെ, തിരിയാം. കർത്താവ് പക്ഷെ വെറുതെ സഹായം ചോദിച്ചിട്ട് കാര്യമില്ല. കർത്താവ് പറയുന്നതും നമ്മൾ കേൾക്കണം. അവൻ്റെ വചനത്തിനായി, അവൻ്റെ ഡയറക്ഷനായി നമ്മൾ കാതോർക്കണം. ആ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. എന്നിൽ ചേർന്ന് നിന്നാൽ നിങ്ങൾ അധികം ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ എന്തു തന്നെയായിരുന്നാലും നമുക്ക് കർത്താവിലേക്ക് തിരിയാം. നമ്മുടെ ഹൃദയം, നമ്മുടെ ബുദ്ധി എല്ലാം കർത്താവിലേക്ക്, കർത്താവിൻ്റെ വചനത്തിലേക്ക് നമുക്ക് ട്യൂൺ ചെയ്യാം. അബ പിതാവേ, അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ സർവേശ്വര ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.